കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റ തോൽവിക്ക് പകരം അനുഭവിച്ചത് പാവം അർമേനിയായിരുന്നു. 2-0 അയർലൻഡിനോട് തോറ്റ പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് റെഡ് കാർഡ്, 2 മത്സരങ്ങളിൽ വിലക്ക്. അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല. അടുത്ത മത്സരമായ അർമേനിയക്കെതിരെ ജയിച്ച് ക്വാളിഫൈ നേടുകയാണെങ്കിൽ വേൾഡ് കപ്പിൽ ആദ്യ മത്സരം നഷ്ടമാകും. അങ്ങനെയൊക്കെയായിരുന്നല്ലോ കാര്യം. 2-0 എന്തായാലും അയർലൻഡിനോട് തോറ്റ് നാണം കെട്ട പോർച്ചുഗൽ അടുത്ത മത്സരത്തിൽ അർമേനിയയെ 9-1 തകർത്ത് വിട്ടത്. ജേനവസ് ഹാട്രിക് അടിച്ചു, ബ്രൂണോ ഫെർണാണ്ടസും ഹാട്രിക് അടിച്ചു. ബാക്കി 3 ഗോളും വാട്ടവർ. 9-1 സർവാധിപത്യ വിജയം പോർച്ചുഗൽ 2026 വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. അപ്പം എന്താണ്, ക്രിസ്ത്യാനോ ആദ്യത്തെ കളിയിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. ഈ കളിയിലുണ്ടായിരുന്നില്ല, ഈ അർമേനിയക്കെതിരെയുള്ള കളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി രണ്ടാമത്തെ കളി ബാനുണ്ട്. അപ്പോൾ വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അർമേനിയക്കെതിരെ ശക്തമായി തിരിച്ചു വന്ന് 9-1 ജയിച്ചത്. 9-1. വേറൊരു മത്സരത്തിൽ ഇറ്റലി തോറ്റിട്ടുണ്ട്. 4-1 തോറ്റിട്ടുണ്ട് ഇറ്റലി. ആർക്കെതിരെ? നോർവേക്കെതിരെ. നോർവേ നമ്മുടെ ഹാളണ്ടിൻ്റെ ടീമേ. ഹാളണ്ട് അല്ലെങ്കിലേ കളി പൂണ്ട് നിൽക്കുകയാണ് ഈ പ്രീമിയർ ലീഗിൽ. ഒരു എല്ലാ കളിയിലും സിറ്റിക്ക് വേണ്ടിയിട്ട് ഹാളണ്ട് ഗോളടിക്കുന്നുണ്ട്. ആ ഗോളടി ഇവിടെയും തുടർന്ന് അത്രേ ഉള്ളൂ. ഹാളണ്ട് 2 ഗോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നോർവേ 4-1 മുൻ ചാമ്പ്യന്മാരായ കാലം കുറേയായി ഇറ്റലിയെ, ഗറ്റൂസോയുടെ ഇറ്റലിയെ